ഹലോ നമസ്കാരം. എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞാൻ ഇന്ന് വന്നുള്ളത് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ വീഡിയോ ആയിട്ടാണ്. അപ്പം ഇനി നമുക്ക് വീഡിയോ കണ്ടു നോക്കാം. അപ്പോൾ ഇതേ സമയം ഏകദേശം ഒരു 6 മണിയൊക്കെ ആവാറായിട്ടുണ്ട്. ഇപ്പോൾ UAE അത്യാവശ്യം നല്ലൊരു തണുപ്പൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പം നമ്മൾ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനായിട്ട് ഒരു അരിദോശയും അതുപോലെ തന്നെ വെള്ളക്കടലക്കറിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അരിദോശയ്ക്കുള്ള 2 കപ്പ് പച്ചരിയാണ് എടുത്തുള്ളത്. അത് വൈകിട്ട് ഞാൻ കുതിരാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ കടലക്കറി ഉണ്ടാക്കാനുള്ള കടലയും വെള്ളത്തിൽ കുതിർത്തെടുത്തിട്ടുണ്ട്. ഇതൊക്കെ ഞാൻ രാത്രി തന്നെ കുതിരാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നതാണ്. ആദ്യം നമുക്ക് കടല ഒന്നുകൂടി ഒന്ന് കഴുകി കുതിരാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നതാണ്. വീണ്ടും ഒന്നുകൂടി ഒന്ന് കഴുകിയിട്ട് ഞാൻ കുക്കറിലേക്ക് ഇട്ടു. പിന്നെ ഒരു സ്പൂൺ ഉപ്പും അതിൻ്റെ ഒപ്പത്തിനായിട്ട് വെള്ളം ഒഴിച്ച് ആദ്യം ഒന്ന് വേവിക്കാനായിട്ട് വെക്കണം. അപ്പം കടലൊക്കെ വെന്ത് വരുമ്പോഴേക്കും ദോശയ്ക്കുള്ള മാവ് അരച്ച് വെക്കുക. അപ്പം നമ്മൾ 2 ഗ്ലാസ് പച്ചരിന് കുതിർത്തെടുത്തുള്ളത്. അപ്പം അത് മുഴുവനായിട്ട് നമുക്ക് ഒറ്റ ട്രിപ്പിൽ അരച്ചെടുക്കാൻ പറ്റില്ല. അപ്പം അതിനായിട്ട് 2 പ്രാവശ്യമായിട്ടാണ് ഞാൻ അരച്ചെടുക്കുന്നത്. അപ്പം മിക്സിയുടെ ജാറിലേക്ക് ഞാൻ പകുതി പച്ചരി ഇട്ടിട്ടുണ്ട്. പിന്നെ അതിലേക്ക് 2 ഗ്ലാസ് പച്ചരി എടുത്തുള്ളതിൽ 1 ഗ്ലാസ് നാളികേരം എടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1/2 ഗ്ലാസോളം വെള്ള അവിൽ കൊടുത്തിട്ടുണ്ട്. പകുതി പച്ചരിയും പിന്നെ 1 ഗ്ലാസ് നാളികേരം 1/2 ഗ്ലാസ് അവിലും മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ടുണ്ട്. പിന്നെ ഒരു 1/4 ഗ്ലാസ് ഒക്കെ ഉണ്ടാവും ചെറിയ ജീരകവും 2 ചെറിയ ഉള്ളിയും. ഇത്രയാണ്. അതിൻ്റെ ഒപ്പത്തിനായിട്ട് വെള്ളം ഒഴിച്ച് നന്നായിട്ട് അരച്ചെടുക്കുക. ആദ്യത്തെ ബാച്ച് അരച്ചെടുത്തു. പിന്നെ ഞാൻ ബാക്കിയുള്ള പച്ചരി കൂടി മിക്സിയുടെ ജാറിലിട്ട് അതും കൂടി അരച്ചെടുത്തു. ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. ഇത്തിരി കട്ടിയോട് കൂടിയിട്ടാണ് ഈ മാവ് ഇരിക്കുന്നത്. അപ്പോൾ ഇതിൽ കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് നന്നായി ഒന്ന് അഴച്ചെടുക്കുക. അപ്പോൾ ആ മിക്സിയുടെ ജാറിൽ തന്നെ കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് ചുറ്റിച്ച് അതാണ് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. ഇപ്പം ദോശമാവിനായിട്ടൊക്കെ ഇത്തിരി ലൂസായിട്ട് വേണം ഇതിൻ്റെ മാവ് ഇരിക്കാനായിട്ട്. അപ്പം അത്യാവശ്യം കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് ഞാൻ നന്നായിട്ടൊന്ന് അഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വയ്ക്കാം. അപ്പം നമ്മൾ കറി ഉണ്ടാക്കുന്ന സമയം അത് മൂടി വെച്ച് മാറ്റി വയ്ക്കാം. ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണമെന്നൊന്നുമില്ല, എന്നാലും നമ്മൾ കറി ഉണ്ടാക്കുന്ന സമയം അപ്പം ഇതൊന്ന് മൂടി വെച്ച് മാറ്റി വയ്ക്കാം കേട്ടോ. പിന്നെ കടലക്കറി ഉണ്ടാക്കാനായിട്ട് ഒരു തക്കാളിയുടെ പകുതിയാണ് എടുത്തുള്ളത്. പിന്നെ ഒരു സവാള, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 3 വെളുത്തുള്ളി, 3 പച്ചമുളക്, കുറച്ച് കറിവേപ്പില എടുത്തിട്ടുണ്ട്. പാൻ വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ നന്നായി ചൂടായി വന്നപ്പോൾ അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചുള്ള സവാള, ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില, വെളുത്തുള്ളി ഇത്രയിട്ട് ആദ്യം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ സവാളയും ഇഞ്ചിയും പച്ചമുളകും കറിവേപ്പിലയും വെളുത്തുള്ളിയും ഇത്രയും നമ്മൾ ഇട്ടുള്ളത്. അപ്പം ഇത് നന്നായി വഴണ്ടി വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് വേണ്ട പൊടികൾ ചേർത്ത് കൊടുക്കാം. സവാളയ്ക്ക് നന്നായി വഴണ്ടി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് വേണ്ട പൊടികൾ ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ ഒരു 3/4 ടേബിൾ സ്പൂൺ ഒക്കെ ഉണ്ടാവും മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു ചെറിയ സ്പൂൺ ഗരം മസാല. അപ്പോൾ ഇത്രയാണ് പൊടികൾ എടുത്തുള്ളത്. മുളക് പൊടിയൊക്കെ ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ഇനി ചെറിയ തീയിൽ വെച്ചിട്ട് പൊടികളൊക്കെ നന്നായി മൂപ്പിച്ചെടുത്തു. പിന്നെ അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചുള്ള തക്കാളി കൂടി, അപ്പോൾ ഒരു തക്കാളിയുടെ പകുതിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ തക്കാളി കൂടി ഇട്ട് വീണ്ടും കുറച്ച് നേരം ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ തക്കാളി ചെറിയ തീയിൽ കുറച്ച് നേരം ഒന്ന് വഴറ്റിയതിന് ശേഷം ഒന്ന് മൂടി വെച്ച് കൊടുത്തു. തക്കാളി നന്നായിട്ടൊന്ന് അതിലൊന്ന് പേസ്റ്റായിട്ട് വരാനായിട്ടാണ് ഒന്ന് മൂടി വെച്ച് കൊടുത്തുള്ളത്. അപ്പോൾ തക്കാളിയൊക്കെ ഇതേ നല്ലോണം വെന്തു ഉടഞ്ഞ് ചേർന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചുള്ള കടല ഒഴിച്ചു കൊടുക്കുക.
അപ്പോൾ ഇതേ കടലയൊക്കെ ഉപ്പിട്ട് വേവിച്ചെടുത്തുള്ള കടലയാണ്. അപ്പം ഇത്തിരി ഒരു വെള്ളത്തിൻ്റെ കുറവുണ്ട്. അപ്പം അതിലേക്ക് ചെറിയ ചൂടുവെള്ളം കുറച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഉപ്പ് നോക്കുക, വേണമെങ്കിൽ അതും കൂടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇത് നല്ലോണം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ കുറച്ച് ചൂടുവെള്ളം കൂടി ഒന്ന് ചാറിനായിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ കുറച്ച് ഉപ്പും നോക്കി, ഇത്തിരി ഉപ്പ് കുറവാണ്, അപ്പോൾ അത് തരി ഉപ്പും കൂടി അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നന്നായിട്ട് കുറച്ച് നേരം ഒന്ന് ചെറിയ തീയിൽ തിളപ്പിച്ചെടുക്കുക. അപ്പോൾ അത് കുറച്ച് നേരം നല്ലോണം കടല ആ മസാലയിൽ കിടന്ന് തിളച്ച് ഒന്നും കൂടി ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അവസാനമായിട്ട് പിന്നെ ഒരു ചെറിയ ബൗള്, ഒരു ചെറിയ ഗ്ലാസ്സൊക്കെ ഉണ്ടാവും, നല്ല കട്ടി തേങ്ങാപ്പാലും കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. വീണ്ടും ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. പിന്നെ ഇതിൻ്റെ മേലേക്കായിട്ട് കുറച്ച് കുരുമുളക് പൊടി കൂടി ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം. അതിനുശേഷം കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് മൂടി വെച്ച് കൊടുക്കുക. ചെറുതായി തല വരുന്നോട് കൂടി തന്നെ ഫ്ലെയിം ഓഫ് ആക്കിയതിന് ശേഷം 2 കറിവേപ്പില കൂടി ഇട്ടു. അപ്പം നമ്മുടെ കറി റെഡിയായി. ഇത് നമുക്ക് ദോശ ഉണ്ടാക്കിയെടുക്കാം. ദോശക്കല്ലിൽ ഞാൻ കുറച്ച് എണ്ണയൊന്ന് പുരട്ടി കൊടുത്തിട്ടുണ്ട്. ഇനി മാവ് ഒഴിച്ച് ഒന്ന് പരത്തിയെടുക്കാം. അപ്പം നമ്മൾ സാധാരണ ദോശ ഉണ്ടാക്കണ പോലെ ഒന്നില്ലെങ്കിൽ ദോശക്കല്ല് അല്ലെങ്കിൽ ഫ്രൈ പാനിൽ ഒഴിച്ച് ഇതുപോലെ പരത്തി ദോശ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ കല്ല് നല്ലോണം ചൂടായി വരുമ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് തണുപ്പിച്ചതിന് ശേഷം നമ്മൾ സാധാരണ ദോശ ഉണ്ടാക്കണ പോലെ തന്നെ ദോശ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ഇത്തിരി ചൂടായിട്ടുണ്ട് കല്ല്, അപ്പം അതാണ് ഒന്ന് വിട്ടുപോരുന്നത് ദോശമാവ്. അപ്പോൾ ഇതേ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് നല്ല അരി ദോശയും അതുപോലെ തന്നെ വെള്ള കടലക്കറിയും. പിന്നെ അതേ ചായയും ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ചായയും കാപ്പിക്കും കുടിക്കേണ്ടെന്ന് വിചാരിക്കും, അത്ര ഹെൽത്തി അല്ല എന്ന് ചായയും കാപ്പിയും കുടിക്കണമെന്ന് വിചാരിക്കും. പക്ഷെ ചില ദിവസങ്ങളിൽ ഇങ്ങനെ ഒരു ചായയൊക്കെ കിട്ടിയാലാണ് നമ്മളൊരു ഉഷാറാവുള്ളൂ. അപ്പോൾ ഇതേ ഞാൻ ഇന്ന് ചായയാണ് ഉണ്ടാക്കിയെടുത്തുള്ളത്. അത് നന്നായിട്ട് അടിച്ച് പതപ്പിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ചായ ആയാലും കാപ്പി ആയാലും നന്നായിട്ട് പതയുണ്ടെങ്കിൽ മാത്രമേ എനിക്കത് കുടിക്കാൻ ഇഷ്ടമുള്ളൂ. അപ്പോൾ ഇതേ നല്ല അരിദോശയും അതുപോലെ തന്നെ വെള്ള കടലക്കറിയും ചായയും. അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇതൊക്കെയാണ്. അപ്പോൾ പ്രഭാത ഭക്ഷണം നന്നായി തന്നെ അന്നത്തെ ദിവസം നല്ലതായിരിക്കില്ലേ. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് സപ്പോർട്ട് ചെയ്യുക. പുതിയ വീഡിയോയുമായി വരും വരെ ബൈ.